എൻ്റെ ഹോബി, എൻ്റെ പാഷൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒത്തിരി സമയം ഫ്രീ കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കണം? അപ്പോഴാണല്ലോ എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ നമ്മൾ ഒഴിവുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഞങ്ങൾക്ക് മധുബനിലൊരിക്കൽ ട്രെയിനിങ് നടന്നപ്പോൾ, ടീച്ചേഴ്സ് ട്രെയിനിങ് 1 മന്തിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതായിരുന്നു. അന്നൊരു പ്രോഗ്രാമും ഇല്ലേ, അന്ന് ടൈം ടേബിളേ തന്നില്ല ഒന്നും. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്തോളാൻ പറഞ്ഞു. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. പക്ഷെ അതൊരു പ്രോഗ്രാമായിരുന്നു. എന്നിട്ട് ദീദീസ് എല്ലാം, നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാം, നമ്മുടെ ആരാണോ ട്രെയിൻ ചെയ്തന്ന് എല്ലാ ദാദിമാരും യജ്ഞത്തിലുള്ള കാലമായിരുന്നു. ദാദീസായിരുന്നു നമുക്ക് ട്രെയിനിങ് തരുന്നത്. പക്ഷെ അവരെല്ലാം ദൂരെ ദൂരെ നിന്നുകൊണ്ട്, മാറി മാറി മറഞ്ഞു നിന്നുകൊണ്ട് ഫുൾ ഡേ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ 350-400ഓളം പേരുണ്ടായിരുന്നു. ഈ 400 പേര് ഫുൾ ഗ്യാൻ സരോവറിലായിരുന്നു ട്രെയിനിങ്. അപ്പോൾ ഈ 400 പേര് നമ്മൾ എന്താ ചെയ്യണേ? റൂം മുതൽ ഫുൾ ഡേ നമ്മൾ എന്താ ചെയ്യണേ? എല്ലായിടവും CIDs ഉണ്ടോ? നമ്മളറിയില്ല, പക്ഷെ അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരുത്തരും എന്താ ചെയ്യണേ? ഒരു ദിവസം ഫ്രീ കിട്ടിയാൽ, ഒരു ദിവസം അല്ലെങ്കിൽ ഇത്തിരി സമയം ഒന്നുമില്ല പ്രോഗ്രാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഒറ്റയ്ക്ക് വിടുക, സ്വതന്ത്രമാക്കി വിടുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണേ? നിങ്ങളെവിടെ ഒറ്റയ്ക്കാണോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കും, എന്ത് ചെയ്യും, എന്ത് പറയും? ഒരു ദിവസം ഫുൾ 24 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ ഫ്രീ കിട്ടാണ്, അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ അതിൻ്റെ എല്ലാവർക്കും അതായിരുന്നു അന്ന് ഫുൾ ഡേ ചെയ്തത് എന്തൊക്കെയാണ്, അതിൻ്റെ വിലയിരുത്തലും അതിൻ്റെ മാർക്കിടലും. കാരണം അതാണ് നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി, നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അതാണ്. പ്രോഗ്രാം കിട്ടാത്തപ്പം ഞാൻ എന്ത് പ്രോഗ്രാമിലാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണേ, ചിന്തിക്കണേ, പ്രവർത്തിക്കണേ, അതാണ് എൻ്റെ യഥാർത്ഥ, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. എല്ലാവരും കാണുമ്പോഴത്തെ ഞാനല്ല ഞാൻ. ആരും കാണാതിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് തന്നെ എവിടെയെങ്കിലും ഇരുത്താണ്, വിടുകയാണ്. കാരണം സിസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ആയിരുന്നു. നാളെ ഓരോ സേവാ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് വിടുമ്പോൾ നിങ്ങൾ അവിടെ പോയിരുന്ന് എന്ത് ചെയ്യും? നിങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല, നിങ്ങളും ബാബയും മാത്രമേ ഉള്ളൂ. സക്കാരത്തിൽ ആരും നിങ്ങളെ, സ്ഥൂലത്തിൽ ആരുടെയും കണ്ണുകൾ നിങ്ങളുടെ മേലെ ഇല്ലെങ്കിലും നമ്മുടെ കണ്ണുകൾ നമ്മുടെ മേലെ ഉണ്ടോ? പ്രോപ്പറായിട്ട് സമയത്തെ സദുപയോഗം ചെയ്യുന്നുണ്ടോ? അതുപോലെ ബാബ പറയണ, ആത്മക്ക് നസർ ജാത്തി ഹേ പിതാ. നമ്മൾ ആത്മാവിൻ്റെ കണ്ണുകൾ, എൻ്റെ കണ്ണ് ബാബയിലേക്കാണോ പോണേ? എനിക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളെ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ദിവസം ഒഴിവ് കിട്ടുക, ഒരു ഹാഫ് ഡേ ഒഴിവാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഹോളിഡേ ആണ്, ഞാൻ എന്താ ചെയ്യണമെന്ന് ആരും എന്നെ നോക്കാനും ചോദിക്കാനില്ല. ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഉनको याद करने से ബാബ പറയും, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ വികർമ്മം വിനാശമാക്കും. अपने पर कितनी खबरदारी रखनी चाहिए. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ എത്ര ജാഗ്രത ഉണ്ടായിരിക്കും. നമ്മളാണ് നോക്കേണ്ടത്. ബാബ പറയില്ലേ, ആരാണോ തൻ്റെ മേലെ ശ്രദ്ധ വയ്ക്കാത്തത് അവരുടെ മേലെയാണ് നിറയെ പേർക്ക് നോക്കേണ്ടി വരും. ചിലർ ചോദിക്കില്ലേ, നിങ്ങളെല്ലാവരും എന്താ എൻ്റെ പിന്നാലെ നടക്കണേ, എന്നെ തന്നെ നോക്കിക്കൊണ്ട് നടക്കണേ, എന്നെ തന്നെ എപ്പോഴും ചിത്ത പറയണേ? എന്താ കാരണം? അവിടെ നമ്മൾ റിയലൈസ് ചെയ്യണം, ഞാൻ എന്നെ നോക്കാത്തത് കൊണ്ടാണ് എല്ലാവർക്കും എന്നെ നോക്കേണ്ടി വരണേ. കാരണം ഞാൻ എന്നെ നോക്കാത്തത് കാരണം എൻ്റെ നിന്ന് ധാരാളം ഒന്നിനെ മേലെ അനവധി മിസ്റ്റേക്കുകൾ ചെറുതും വലുതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുഴിയിൽ വീഴാതിരിക്കാൻ അനേകരുടെ കണ്ണുകൾ ഭഗവാനെൻ്റെ മേലെ വയ്ക്കുകയാണ്, എന്നെ രക്ഷിക്കുകയാണ്. രക്ഷാകരങ്ങളാണ്. അവരുടെ മേലെ നിറയെ പേർക്ക് നോക്കേണ്ടി വരുള്ളൂ. ആര് സുരക്ഷിതരാണോ, ആര് സെൽഫ് സഫിഷ്യൻ്റ് ആണോ, ആര് നന്നായി പോകുമോ, നന്നായി ജീവിക്കുകയോ, തെറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മേലെ ആരും കണ്ണു വയ്ക്കാറില്ല. കാരണം എല്ലാവർക്കും ഫെയ്ത്ത് ഉണ്ട്, അവരെ നോക്കേണ്ട ആവശ്യമില്ല. ചിലർ പറയില്ലേ, കണ്ണടച്ച് വിട്ടാൽ മതി, അവർ സേഫാണ്, അവരൊരിക്കലും കുഴിയിൽ പോവില്ല, ഒരു ചതിക്കുഴിയിലും അവർ അത്രയും നിശ്ചിന്തരായിരിക്കും. മാതാപിതാവ് പോലും പറയില്ലേ, അവർ ആഫ്രിക്കയിൽ പോയാലും ജീവിച്ചോളും, ഏത് കാട്ടിൻ്റെ ഉള്ളിൽ പോയാലും
തെറ്റിൽ പോയില്ല, അപകടത്തിൽ പോയില്ല. അത്ര വിശ്വാസം